ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേട്ടോ, ഇത്രയും സ്നേഹമുള്ള മനുഷ്യരൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ഇതിന് സ്നേഹം പ്രേം അപ്പൊ നന്ദി പറഞ്ഞു. ഇനി നമ്മളെ ശ്രീനഗറിലോട്ട് പോവാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ആദ്യത്തെ ദിവസമാണ് ശ്രീനഗറിലെ. രാവിലെ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു 9 ഒക്കെ കഴിഞ്ഞപ്പോൾ എണീറ്റ്. രാവിലെ നമ്മുടെ ചൂട് ചായ, കാശ്മീരി സ്പെഷ്യൽ ബ്രെഡും. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിൽ എന്തൊരു ശാന്തത ഫീൽ ചെയ്യും. ഇന്നത്തെ വീഡിയോയില് നമുക്ക് എല്ലാവർക്കും അറിയാം കാശ്മീർ എന്ന് കേൾക്കുമ്പോൾ ശ്രീനഗർ, ഡാൽ ലേക്ക് ഒക്കെ കാര്യങ്ങളല്ലേ. ഈ ഡാൽ ലേക്ക് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 സംഗതിയാണ്. ഒന്ന് ഷിക്കാര, 2 ഈ ഹൗസ് ബോട്ട്, പിന്നെ മാർക്കറ്റുകൾ, ഗാർഡന്, ഫ്ലോട്ടിംഗ് ഗാർഡൻ, അങ്ങനെയൊക്കെയുള്ള സംഗതി. അതില് ഇന്നത്തെ വീഡിയോയിൽ ഒരു 5-6 മിനിറ്റിന്റെ വീഡിയോ ആണ്. ഒരു ഹൗസ് ബോട്ടിൽ എന്തൊക്കെ കാര്യമുണ്ട്, നമ്മൾ ഇന്ന് ഏതൊരു ഹൗസ് ബോട്ടിലാണ്, നമുക്ക് അവിടെ ഉള്ള അവൈലബിലിറ്റി വെച്ച് ഞാൻ എല്ലാം കാണിച്ചു തരാം. നമുക്ക് നേരെ അതിലേക്ക് കിടക്കാം. പുറത്ത് നോക്കുവാണേ, ഇതാണ് കേട്ടോ വ്യൂ. പിന്നെ അടിപൊളി വ്യൂ അല്ലേ. ഇത് വെളിയിലിരുന്ന് കഴിക്കാനുള്ള സ്പേസാണ്. ഇവിടെ നിന്ന് നമ്മൾ അകത്തോട്ട് കടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാണാനുണ്ട് നമുക്ക് നോക്കാം. ഇനി ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ നമുക്ക് ഇരിക്കാനും ഒക്കെ ഉള്ള സ്ഥലം. ഇവിടെയൊക്കെ ഇരുന്നൊരു ചായയൊക്കെ വേണം നമുക്ക് കുടിക്കാം. ഇവിടെ വെറുതെ ഇങ്ങനെ ഇരുന്ന് തന്നെ നമ്മൾ നോക്കുമ്പോൾ എന്താ ആ പുറത്ത് ശാന്തമായി കിടക്കുന്ന ഡാലിലേക്ക്. അപ്പോൾ നമ്മളിങ്ങനെ വാതിൽ തുറന്ന് കയറി വരുമ്പോഴേ ഒരു വിശാലമായ ഒരു ലിവിംഗ് റൂമാണ്. ഇതിൻ്റെ അകത്ത് ഇവിടെ ഇരിക്കാം, കിടക്കാം. ഇവിടെ 5-6 ആൾക്കാരുമായിട്ട് സംസാരിക്കാം, ഒരു ചായ വരുമ്പോൾ ചായ കുടിക്കാം. പിന്നെ ഇപ്പോൾ ഇവിടെ വെള്ളമാണ് ഇരിക്കുന്നത്. പിന്നെ ഇതൊക്കെ രാത്രി ലൈറ്റ് ഇടുമ്പോൾ അടിപൊളി ആംബിയൻസ് ആണ്. ഞാൻ രാത്രികളുടെ വെച്ചിട്ട് കൂടെ കാണിക്കാം. പിന്നെ ഇവിടെ സെറ്റി, ഇവിടെ മൊത്തം സെറ്റി, ഇവിടെ സെറ്റി. ഒരു ഫാമിലി ആയിട്ട് ഇവിടെ ഒരു 2-3 റൂമുകളുണ്ട്. അപ്പം എല്ലാവരെയും കൂടെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു നല്ല ലിവിംഗ് റൂമാണ് ആദ്യത്തെ ഇത്. പിന്നെ അവിടെ നിന്ന് ഈ കട്ടൻ്റെ ഇങ്ങനെ തുറന്നു കഴിയുമ്പോൾ വിശാലമായ ഒരു വലിയ അങ്ങേയറ്റം വരെയുള്ള ഒരു നടപ്പാത, അതിൻ്റെ സൈഡ് റൂമുകൾ. ഇതാണ് നമ്മൾ ഇന്നലെ കിടന്ന രാജകീയമായ കട്ടിൽ. അപ്പം നല്ലൊരു കുഷ്യനും ഡബിൾ കോട്ടും. ഇന്നത്തെ തന്നെ ഒരു 4 പേർക്ക്, സാധാരണ എന്നെ പോലെ 4 പേർക്ക് ഇതിൻ്റെ അകത്ത് കിടക്കാം. അതുപോലെ ഇത് ദിൽദാർ എന്ന് പറഞ്ഞൊരു തടിയിൽ ഇത് ഉണ്ടാക്കിയെന്നാണ് ഇപ്പം ആ ചേട്ടൻ പറഞ്ഞത്. ബെഡുണ്ട്, ഫാനുണ്ട്, ഫോട്ടോ ഉണ്ട്. ഫാനൊക്കെ ഈ തണുപ്പത്ത് എന്തിനാണോ എനിക്കറിയത്തില്ല. ചിലപ്പോൾ വേനൽക്കാലത്ത് വരുമ്പോൾ ചൂടായിരിക്കാം. പിന്നെ കിടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ കണ്ണാടി, അതുപോലെ ട്രോയും ഒക്കെ കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏറ്റവും മർമ്മ സ്ഥലമായ ടോയ്ലറ്റിലോട്ട് പോവാണ്. അപ്പം ടോയ്ലറ്റിലോട്ട് പോകാം. വാതിൽ തുറക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, കാരണം കതകിൻ്റെ ആയതുകൊണ്ട്. അതുകൊണ്ട് ഞാനിത് അധികം തുറക്കാൻ നിൽക്കുന്നില്ല. ടോയ്ലറ്റ്, ഒരു വാഷ് ബേസിന്, ഒരു ബാത്ത് ടബ്. അതെ, ബാത്ത് ടബ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇതാണ് ബാത്ത് ടബ്.
ഞാൻ ഇരിക്കുന്നപ്പോൾ ഇതുവരെ മറിഞ്ഞു പോകുമെന്നുള്ള പേടിയുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിങ്ങനെ കിടക്കുന്നതെന്ന് എനിക്കറിയാം, അത്രയൊന്നും വരെ ഇല്ലാത്തവരുണ്ട്. അപ്പം ഇങ്ങനെ കയറി വരുമ്പോഴേ ബാത്ടബ്, ഞാൻ ഇതിൻ്റെ അകത്തൊന്നും കുളിക്കുന്നില്ല, തണുപ്പാ ഇല്ല, കുളിക്കായിരുന്നു നമുക്ക്. വെള്ളമൊക്കെ ഒഴിച്ച് തണുപ്പത്തൊക്കെ ഇങ്ങനെ വന്ന് കിടന്ന് ചില്ലായി. എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ ജ്യൂസും എല്ലാം ഉണ്ട്. ഒരു ജ്യൂസും കുടിച്ച് രസമല്ലേ, നല്ല തണുപ്പാണ്. ബാത്ടബ് ഷവറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഒരു കാശ്മീരി ഹൗസ് ബോട്ട് എന്നാ ഉണ്ടെന്നുള്ള എൻ്റെ ഒരു ചെറിയ വീഡിയോ. ഇത് നിങ്ങൾക്ക് എന്താ ഇതുകൊണ്ട് ഒരു അറിവ് അല്ലെ ഒരു എന്തൊക്കെ ഉണ്ടെന്നുള്ളൊരു ഐഡിയ ഒരു പിടുത്തം കിട്ടിയില്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഇതായെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഇതിന് എത്ര പൈസ, ഞങ്ങളിത് കാണുന്ന പൈസയും കൂടെ എത്രയുണ്ടെന്നൊന്ന് അറിയാനും കൂടെ കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല, ഞാൻ പറയാം. ഇതൊരു 1000 റേഞ്ച്, 1000 തൊട്ട് അതിൻ്റെ മുകളിലോട്ടാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. പക്ഷേ എനിക്ക് കിട്ടിയ തുക 1000-ന് താഴെ ഒരു റേഞ്ചിലാണ്. പക്ഷെ അത് ഞാൻ പറയുന്നില്ല. അതെന്തുകൊണ്ട് പറയുന്നില്ല, നാളെ നമ്മുടെ എന്തെങ്കിലും വീഡിയോ കണ്ടിട്ട് ഭോഗം വന്നു, അതല്ലല്ലോ വിഷയം. നാളെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വന്നിട്ട് ഭായ് ഉസ് ഭായിക്കോ ആപ്കോ ഇത്തിനി പൈസക്കോ ദേതോ ഹംകോ ദേതോ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ഇങ്ങനെയല്ല, നിങ്ങളൊക്കെ നന്നായിട്ട് ഹിന്ദി പറയുമെന്ന് എനിക്കറിയാം. അപ്പം ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവരുടെ ഉള്ള കച്ചവടത്തെയും കൂടെ ബാധിക്കും. ഇവർക്ക് ഞാൻ ബുദ്ധിമുട്ടായിട്ട് മാറും. അത് നമ്മൾ ചെയ്തുവിടല്ലോ, അത് ശരിയല്ല. ഞാൻ പിന്നെ ഒറ്റയ്ക്കായതുകൊണ്ടും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പൈസ അവർ കുറച്ച് തന്നത്. 1000 രൂപയ്ക്കുള്ളതുണ്ട് ഒരു ദിവസം, 24 മണിക്കൂറത്തേക്ക് 1000 രൂപയ്ക്കുള്ളത്, അതിന് മുകളിലോട്ടുള്ളത് ഉണ്ട്. അതിൻ്റെ മുകളിലോട്ടുള്ളതാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് സീസൺ അനുസരിച്ചൊക്കെ പൈസ മാറ്റം വന്നേക്കാം. എന്നാൽ ഇതാണ് നോർമൽ എന്നെനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്ക് 1000-ന് കുറവ് ഇങ്ങനെ കുറച്ച് പൈസ കുറവില്ല കിട്ടി. അപ്പം അത് അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ ബാക്കിയുള്ള വീഡിയോയും കണ്ടൻറ്റും എല്ലാം തീയായിട്ട് നമുക്ക് മെയിൻ വ്ളോഗിൽ കാണാം. ഇത് ചെറിയൊരു ഇൻഫോർമേഷൻ വീഡിയോ. ബൈ. വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കണ്ടൻറ്റ് കുറവുള്ള പോലെ തോന്നി. അപ്പോൾ എനിക്ക് എൻ്റെ പ്രേക്ഷകരെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അന്നത്തെ ദിവസം നടന്ന കാര്യവും അതിന് പിറ്റേ ദിവസം നടന്ന കാര്യം കൂടെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താം. എൻ്റെ കയ്യിൽ 2 തരം 3 ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട്. അതായത് 5 രൂപയേ ഉള്ളൂ ഈ ബിസ്ക്കറ്റിന്, മറ്റേതിന് 10 രൂപയും. ഈ ബിസ്ക്കറ്റല്ല, ഈ ബ്രെഡിൻ്റെ മുകളിൽ നല്ല വെള്ള എള്ളുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പം 5 രൂപയ്ക്ക് ലാഭം കൂടെ അല്ലേ. ഇവിടെ അകത്ത് ഇത് കൊടുക്കുന്ന ഇവരുടെ റൂറൽ ഇവിടെ കൊടുക്കുന്ന ഒരു കടയിൽ നിന്ന് മേടിച്ചാണ്. നല്ല ക്രിസ്പിയും കൂടാണ്. ആ ചേട്ടനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു സിനിമാനടൻ്റെ ലുക്കുണ്ട് കേട്ടോ. क्या भैया कैसा लगा आपको हमारे दोस्त से मिलके? हाँ बोलो बोलो बोलो. ഇദ്ദേഹത്തെ കണ്ടപ്പോൾ കണ്ട എന്നെ ലുക്കാണ് നോക്കിയതാ, മുഖവും ഒരു പ്രത്യേക ലുക്കില്ലേ കണ്ടോ. उसका फेस बहुत ही सुंदर है. एक्टर പോലെ ഉണ്ട്. कश्मीरी एक्टर है. ये हमारे भाई है केरला से और इनको हमारा लुक बहुत अच्छा लगा. वैसा कुछ है नहीं बट लगा इनको, उसके लिए थैंक यू सो मच. ये भी माशाल्लाह बहुत अच्छे लग रहे. तो कैसा लगा उनसे मिलके? वो बहुत बढ़िया है. ഇപ്പോൾ എവിടെയാണ് പോകുന്നത്? ഇപ്പൊ ഞാൻ ശ്രീനഗർ ടൗൺ വരെ പോകുന്നു. നാളെ എവിടെയാണ് പോകുന്നത്? നാളെ സോനാമർഗ് പോകുന്നു. തമിഴ് അറിയാം? തമിഴ് മലയാളം തമിഴ് വേണം. സംഘടനക്കില് എന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇദ്ദേഹത്തെ ഒരുപാട് സ്നേഹം തന്നു കേട്ടോ. ഇത്രയും സ്നേഹമുള്ള മനുഷ്യരെയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇതിന് സ്നേഹം പ്രേം ആത്മീകോ മേം പകലെ ബാർ ദേക്കാത്ത. അപ്പൊ നന്ദി പറഞ്ഞു. ഇനി നമ്മളെ ശ്രീനഗറിലോട്ട് പോവാണ്. മേം ഉധർ ചലത്തെ ഹൈ, इसके बाद इधर आओ. താങ്ക് യു ഭയ്യ, बहुत ही खुशी था. അദ്ദേഹത്തോട് സംസാരിച്ച ശേഷം നമ്മൾ നേരെ പോയത് ലാൽ ചൗക്കിലോട്ടാണ്. ഇത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. അപ്പം എങ്കിലും അതൊന്ന് കുറച്ച് സെക്കൻഡ് ഇങ്ങനെ കണ്ടുപോകാം. നമ്മളവിടെ പോയി അവിടുത്തെ പള്ളി കണ്ടു, അവിടുത്തെ കച്ചവട സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു. അതിനുശേഷം ആ തിരക്കിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഗാന്ധാകാർ എന്ന് പറഞ്ഞ ടവർ പോയി കണ്ടു. ടവറിന് അടിയിലിരുന്നപ്പം നമുക്ക് ഒരു
അനിയൻ പയ്യനെ കിട്ടി. അവനോട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു, ചോദിച്ചറിഞ്ഞു. ഇവരുടെ സ്കൂളിലെ സമയം ചോദിക്കാം. കിത്തനെ ബജെ സ്കൂൾ സ്റ്റാർട്ട് ഹോ ഗയാ? 10 ബജെ. 10 മണിക്ക് സ്കൂൾ തുടങ്ങും. കിത്തനെ തക്? 3 തക്, 3 മണി വരെ. ഇപ്പം 2 മണിയാണ്. ഇദ്ദേഹത്തിന് ഹോളിഡേ ആയതുകൊണ്ടാണ് ഇപ്പോൾ വന്നത്. ലഞ്ച് മേ സ്കൂൾ മേ മിലേഗാ ലഞ്ച്? നെയ്, വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം. എന്നിട്ട് അത് കഴിഞ്ഞ് തിരിച്ച് ഡാൽ ലേക്കിൻ്റെ അവിടെ വരുന്നത് വരെയാണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത്. ഇനി നമ്മൾ പിറ്റേ ദിവസം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂം മാറി. കാരണം നമ്മൾ അന്ന് രാത്രിയിൽ യാദൃശികമായിട്ടാണ് ഹൗസ് ബോട്ടിലോട്ട് എത്തിപ്പെട്ടത്. ഇപ്പം മാറാൻ കാരണം നമ്മുടെ കയ്യിൽ അത്ര ബഡ്ജറ്റില്ല. അതുകൊണ്ട് 200 രൂപയുടെ ഡോർമെട്രിയിലോട്ട് നമ്മൾ മാറിയിരിക്കുന്നു. മാറിയ അന്ന് എനിക്ക് നല്ല ക്ഷീണമായിരുന്നു. ഞാൻ ഫുള്ള് ഉറങ്ങി തീർത്തു. അതുകൊണ്ട് എൻ്റെ കയ്യിൽ സത്യം പറയാലോ അധികം ക്ലിപ്പുകളില്ല ആ ദിവസത്തെ. എങ്കിലും ഉള്ള ക്ലിപ്പുകളൊക്കെ കാണിച്ചു തരാവേ. ഇപ്പം 2-ാമത്തെ ദിവസമോ 3-ാമത്തെ ദിവസമാണ്, ഇതിലേതോ ഒന്നാണ്. അപ്പം ഞാൻ ആഹാരം കഴിക്കാൻ പോയി. പോപ്കോൺ ഉണ്ടായിരുന്നു 20 രൂപയ്ക്ക്, കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. പോപ്കോൺ എന്ന് പറഞ്ഞാൽ ചോളമാണല്ലോ, അപ്പോൾ ശകല എനർജിയൊക്കെ കിട്ടുമല്ലോ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു തൈരും കൂടെ 20 രൂപയുടെ തൈരും കൂടെ മേടിച്ച് തൈരും കൂടെ അങ്ങ് കുടിച്ചു. ഇനി കുഴപ്പമില്ല, നമ്മുടെ ആ ഫ്രണ്ടിലത്തെ കടയിൽ ചായയൊക്കെ കിട്ടും. നമുക്ക് ചായയോ വെള്ളമോ ഒക്കെ വേണം അവിടെ നിന്ന് കുടിക്കുകയും ചെയ്യാം. ഞാൻ പുതിയ ഒരിടത്ത് ഹോം സ്റ്റേയിലോട്ട് മാറിയ കാര്യം പറഞ്ഞായിരുന്നല്ലോ. പുറയിൽ ഇവിടുത്തെ ക്രിക്കറ്റൊക്കെ നടക്കുകയാണ്. ഇതൊരിപ്പോൾ ഈവനിങ് സമയമാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ ഇന്നപോലെ ഒരു മാഗി പറഞ്ഞാണ്, ഇത്രത്തോളം മാഗിയുണ്ടത്. അപ്പോൾ നമ്മൾ കാശ്മീരിലെ ഗസ്റ്റ് ഹൗസിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അവിടെ നിന്ന് മാഗിയാണോ ഇപ്പിയാണോ എന്നറിയത്തില്ല. ഓറഞ്ച് കളറ് വരുമ്പം ഇപ്പി എന്നല്ലേ പറയണം. ഇപ്പി ഇത്തിരി പൈസ 60 രൂപ ഉണ്ട്, പക്ഷെ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ നല്ല ഒരു ഗ്ലാസ് കാപ്പി, നെസ്കാഫി, നല്ല ഒരു ഗ്ലാസ്. നല്ല മധുരം കൂട്ടിയുള്ളതാണ്. ഇപ്പി കഴിക്കാം ഇനി നമുക്ക്. ഇപ്പം ഇന്നത്തെ 3-ാം ദിവസം നമ്മൾ കാശ്മീർ വന്ന് എൻ്റെ കൂടെ ഉള്ളത് ആരൊക്കെയാണ് ചേട്ടാ ഒന്ന് പരിചയപ്പെടുത്തിക്കേ നമ്മുടെ വ്യൂവേഴ്സിനെ. സൽമാൻ ഫ്രം ഇടുക്കി. ഇദ്ദേഹം എന്തുവാ ദൃശ്യമൊക്കെ നടന്ന സ്ഥലത്തെ ആളാണ്. അപ്പം പല ടിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അപ്പം ആ കഥയൊക്കെ കേട്ട് ഞങ്ങൾ ഇങ്ങനെ പതുക്കെ നടക്കുകയാണ് അല്ലേ ചേട്ടാ? നാളെ നമ്മുടെ കാശ്മീരിലെ 4-ാമത്തെ ദിവസമാണ്. അത് ഇത്തിരി കൂടി മൂവ്മെൻറ്റ്സ് ഉള്ള വീഡിയോ ആണ്. നമ്മൾ ബട്ട്മാലു എന്ന് പറഞ്ഞ ആ ഒരു മാർക്കറ്റിലോട്ട് പോവുകയാണ്. അപ്പം എല്ലാം ദിവസവും പറയണ പോലെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. നമ്മുടെ യാത്രയോ കാഴ്ചയോ ഒന്നും ഇവിടെ തീരുന്നില്ല. നാളത്തെ വീഡിയോയിൽ കാണുന്നവരെ സലാം, ബൈ, ബഹനോ, ലവ് ഫ്രം വിശ്വ.